പെർഫ്യൂം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് നാട്ടിൽ സെല് ചെയ്യണം, ഓൺലൈനായിട്ട് സെല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് നമ്മുടെ കൂടെയുണ്ട്. ഇതേപോലെ തന്നെ പുകക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും നമ്മുടെ കൂടെയുണ്ട്. ഇത്തരത്തിലുള്ള രണ്ട് ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാനുഫാക്ചറിയും അതേപോലെ തന്നെ രണ്ട് ടോപ്പ് ആയിട്ടുള്ള ബിസിനസ് അവസരങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ബിസിനസ് ആശയങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഡെഫിനറ്റ്ലി വേസ്റ്റ് ആവില്ല. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ ഇരിങ്ങാലക്കുട ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന, തൃശ്ശൂർ ജില്ലയിലുള്ള ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന 7N ഇൻസേർട്സ് എന്നുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ്. ഇവരുടെ തന്നെ ഹെഡ് ഓഫീസ് കിയോ ഗുജറാത്തിലുള്ള ഉദാനയിലാണ് ഉള്ളത്. അപ്പോൾ ഈ പെർഫ്യൂംസ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതേപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസ്, അരോമാസ്, അത്തേഴ്സ് ഉണ്ടാക്കുന്ന, ഊത് ഉണ്ടാക്കുന്ന എല്ലാ ടൈപ്പിലുള്ള ഫ്രാഗ്രൻസ് ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് കിട്ടും. ഹ്യൂജ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. നിങ്ങൾക്ക് വേണ്ട എസെൻഷ്യൽ ഓയിൽസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കോമ്പിനേഷൻസോ നിങ്ങൾക്ക് വേണ്ട റിക്കമെൻഡോ ഈ സ്ഥാപനത്തോട് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രൊഡക്റ്റായിട്ട് ഒരു ട്രേഡ് ബിസിനസ്സിൽ ഏർക്കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് ഇറക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉപയോഗിക്കുന്ന സെഗ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡിറ്റർജൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത്തർ, ഊത് എന്നുള്ള സെഗ്മെൻറ്റ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ 100% ആവശ്യമുള്ള ഫ്രാഗ്രൻസ്, അരോമാറ്റിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ 100% ആവശ്യമുള്ള ഓയിൽസ്, അതേപോലെ തന്നെ ഫ്രാഗ്രൻസുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനമാണ്. ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്കൊരു ഫ്രാഗ്രൻസ് വേണം, നിങ്ങൾക്കൊരു അരോമാറ്റിക് ലൈക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓൺ സ്മെല്ല് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ സാമ്പിൾസ് ഇവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾസുകൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള ഒരു കപ്പാസിറ്റിയും ഈ സ്ഥാപനത്തിനുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈം ആയിട്ടുള്ള മെയിൻ ഫോക്കസ് ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അരോമാസ്, അതേപോലെ തന്നെ ഈ ഒരു ഫ്രാഗ്രൻസ് സെഗ്മെൻറ്റ്സിലുള്ള ബിസിനസ്സുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ളൊരു റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവരായിട്ട് ട്രേഡിൽ ഏർപ്പെടാം. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്ന ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ്, ഇന്ത്യയിൽ 7,000 കോടി, നേരത്തെ ഞാൻ പറഞ്ഞ അരോമാറ്റിക്സിൻ്റെ ലൈക്ക് സെഗ്മെൻ്റ് ആണെങ്കിൽ 2 ബില്യൺ ആണ് മൊത്തം ഇന്ത്യയിൽ തന്നെ ബിസിനസ് നടക്കുന്നത് പല സെഗ്മെൻറ്റ്സുകളായിട്ട്. അപ്പോൾ അതിൽ നമുക്കൊരു % ഓഫ് ഷെയർ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യയിൽ 7,000 കോടിക്ക് മുകളിൽ ബിസിനസ് നടക്കുന്ന, 700 കോടിക്ക് മുകളിൽ എല്ലാ വർഷങ്ങളിലും കയറ്റുമതി നടക്കുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അഗർബത്തി ബിസിനസ്. ഇന്ത്യയാണ് മറ്റ് ടോട്ടൽ ഗ്ലോബിൻ്റെ 50%, 50% അഗർബത്തിയും മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അഗർബത്തി ബിസിനസ്സിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ, അഗർബത്തിയിൽ തന്നെ പല കാറ്റഗറി നിങ്ങൾക്കറിയാം. നമുക്ക് ലൈക്ക് ഇപ്പം നമ്മൾ സുഗന്ധദ്രവ്യം ബേസ്ഡ് ആയിട്ടുള്ള അഗർബത്തികളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് അഗർബത്തികളുണ്ട്, ധൂം സ്റ്റിക്കുകളുണ്ട്, അതേപോലെ തന്നെ കപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള അഗർബത്തി ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്ഥാപനത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് 4 മെഷീൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് മെഷീൻ അഗർബത്തി മേക്കിംഗ് മെഷീനാണ്. അപ്പോൾ ഈ മെഷീൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ പ്രൊഡക്റ്റ് ഇവർ തരും. അതേപോലെ തന്നെ ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇതിൻ്റെ എല്ലാവിധ റോ മെറ്റീരിയൽസും നിങ്ങൾക്കറിയാം. ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം, ഇതിനകത്ത് സോഡസ്റ്റ് ഉപയോഗിക്കണം, ജോഷ് പൗഡേഴ്സ് ഉപയോഗിക്കണം, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ അരോമാസ് ഉപയോഗിക്കണം, ഫ്രാഗ്രൻസ് ഉപയോഗിക്കണം. അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അഗർബത്തി ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന താല്പര്യമുണ്ടെങ്കിൽ ഈ മെഷീൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കേരളത്തിൽ ഓൾറെഡി ഈ സ്ഥാപനത്തിൻ്റെ തന്നെ 4 ബിസിനസ് യൂണിറ്റുകൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. രണ്ടാമത് നമ്മൾ പറയാൻ പോകുന്നത് സാമ്പ്രാണി സ്റ്റിക്ക് മേക്കിംഗ് മെഷീനാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ കട്ട സാമ്പ്രാണി എന്ന് പറയും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സാമ്പ്രാണി എന്ന് പറയും. ഇതുണ്ടാക്കുന്നത് കരിപ്പൊടി, അതേപോലെ തന്നെ ജോഷ് പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടാണ്, മരപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് മെഷീൻസ്, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള മെഷീൻസ് ആണ് ഈ കാണുന്നത്. ഇതും നിങ്ങൾക്കൊരു റിക്വയർമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ മാനുഫാക്ചറിങ് മെഷീൻ വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്ത് നിങ്ങളുടെ നാട്ടിൽ സെല് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ട്രേഡും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് യു ക്യാൻ ടോക്ക് വിത്ത് ദം ആൻഡ് യു ക്യാൻ ടേക്ക് നെക്സ്റ്റ് ലെവൽ, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് കപ്പ് സാമ്പ്രാണി മേക്കിംഗ് മെഷീനാണ്. ഇതും ഇതേപോലെ തന്നെ മാനുഫാക്ചറിങ് പ്രൊസീജിയറിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു മെഷീൻ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ മെഷീനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് സാമ്പ്രാണി സ്റ്റിക്ക് ഉണ്ടാക്കുന്നതും സാമ്പ്രാണി കപ്പ് ഉണ്ടാക്കുന്ന മെഷീൻസ് തമ്മിലൊക്കെ ഇതിൻ്റെ വോളിയം ബേസ്ഡിലാണ് ഇതിൻ്റെ കോസ്റ്റ് വരിക. അതായത് നിങ്ങൾക്ക് എത്ര കപ്പാസിറ്റി, ചെറിയ കപ്പാസിറ്റി വേണോ, വലിയ കപ്പാസിറ്റി വേണോ, ഹ്യൂജ് കപ്പാസിറ്റി വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ മെഷീൻസ് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവരെ കോൺടാക്ട് ചെയ്യാം.
ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്ന അപ്പോൾ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആണ് ധൂപ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയാം അഗർബത്തിനകത്ത് ഏറ്റവും കൂടുതൽ 20% ഓഫ് കൺസപ്ഷൻ വരുന്നത് അതിൻ്റെ റോ മെറ്റീരിയലാണ്. അതിലുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ബാംബു സ്റ്റിക്ക് എന്നുള്ളത്. ഈ സ്റ്റിക്ക് വെച്ചിട്ടാണ്, ഈ സ്റ്റിക്കിന് മുകളിലാണ് ഈ സാധനം വെക്കുന്നത്. അപ്പം അത് കൺസപ്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഇത് സെൽഫായിട്ട് വിത്തൗട്ട് സ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ധൂപ് സ്റ്റിക്ക് ലൈക്ക് ആണ് ഈ ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്. ഇതിനകത്ത് പ്രത്യേകിച്ചും സ്റ്റിക്കുകളില്ല, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. ഇതും വളരെ അധികം ലൈക്ക് സ്കോപ്പുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 7N ഇൻസെൻസ് എന്നുള്ളത് ഇതേപോലെ ഈ ഒരു സുഗന്ധദ്രവ്യങ്ങൾ അരോമ പെർഫ്യൂംസ് എന്നുള്ള സെഗ്മെന്റിലാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഏത് ടൈപ്പ് ഓഫ്, നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിലും മാനുഫാക്ചറിങ് ടോയ്ലറ്റ് ക്ലീനർ ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളൊരു ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിലും അത്തർ ഊത് എന്നുള്ള സെഗ്മെന്റ്സ് ഉണ്ടാക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് സെഗ്മെന്റ്സും ഒരു ഫ്രാഗ്രൻസ് എന്നുള്ള സെഗ്മെന്റ് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഹോൾസെയിലായിട്ട് എവിടെ ലഭിക്കും, ഏത് സ്മെല്ലാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഗൈഡ് യു, ദേ വിൽ ഹെൽപ്പ് യു. അപ്പോൾ ഒരു സൂപ്പർ ബിസിനസ് അവസരമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ താഴെ നമ്മൾ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.